പ്രീതികര സുഹൃത്തുക്കളെ, ഏവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയില് നമ്മുടെ KS പരീക്ഷയുടെ അപ്ഡേറ്റ് ആണ് നൽകിയിരിക്കുക. 2025 KSന്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് മാസം വന്നിരുന്നു അല്ലെ. ജൂൺ 14 തീയതിയാണ് എക്സാം. 3 സ്ട്രീമില് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓപ്പൺ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയില്, അതായത് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നവരെ സ്ട്രീം ഒന്നായി കണക്കാക്കിയിരുന്നു. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ മാസം 9 തീയതി കഴിഞ്ഞു അല്ലെ. ഇപ്പോഴ് കൺഫർമേഷൻ നൽകുവാനുള്ള ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ ഐ ഡി നിങ്ങൾ കൃത്യമായി PSC പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലും എന്ത് ലഭിച്ചിട്ടുണ്ടാവും? കൺഫർമേഷൻ കൊടുക്കുവാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആകെ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നറിയണ്ടേ? 32 വയസ്സ് പ്രായപരിധിയുള്ള ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ സ്ട്രീം 1 ആകെ 2,15,942 പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇനി കൺഫർമേഷന് ശേഷം ചിലപ്പോൾ കുറഞ്ഞേക്കാം. സ്ട്രീം 2 അതായത് 40 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഗസറ്റഡ് പോസ്റ്റിലേക്ക് അല്ലാതെ ജൂനിയർ ഗസറ്റഡ് ലെവലിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, അതില് ആകെ അപേക്ഷിച്ചവര് 10,724 പേരാണ്. ഇനി മൂന്നാമത്തെ സ്ട്രീം ഉണ്ട്, ഗസറ്റഡ് ഉദ്യോഗസ്ഥര്. അവരുടെ പരമാവധി പ്രായം എന്ന് പറയുന്ന 50 വയസ്സായിരുന്നു. അപ്പൊ ആ ഒരു സ്ട്രീം 3 അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 995 പേരാണ്. അപേക്ഷയിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ടെങ്കിലും 1:1:1 എന്ന കാറ്റഗറിയിലാണ് അപ്പോയിന്റ്മെന്റ് നടക്കുക. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാല് ഓപ്പണിംഗ് കാറ്റഗറിയിൽ നിന്ന് ഒരാൾ, അതായത് സ്ട്രീം 1 ഒരാള്, സ്ട്രീം 2 അടുത്ത ആള്, സ്ട്രീം 3 അടുത്ത ആള്, അങ്ങനെയായിരിക്കും റൊട്ടേഷൻ അനുസരിച്ച് പോവുക. എങ്കിലും ജൂൺ 14 തീയതി പരീക്ഷ. സാധാരണഗതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് അപേക്ഷിച്ചവരെക്കാൾ വളരെ കുറച്ച് പേരാണ് അപേക്ഷിച്ചിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിമിനറി പരീക്ഷ മെയ് 24 തീയതിയാണ്. ആ പരീക്ഷയ്ക്ക് ഏകദേശം 4 ലക്ഷത്തിലധികം പേര് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഒടുവിൽ കൺഫർമേഷൻ സമർപ്പിച്ചപ്പോൾ അത് 4 ലക്ഷത്തിന് താഴെയായിട്ട് കുറഞ്ഞു. 3,90,000 സംതിങ് ആണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനേക്കാളും അപേക്ഷകർ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കോമ്പറ്റീഷൻ കുറഞ്ഞു എന്ന അർത്ഥമില്ല. കാരണം സാധാരണത്തിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരൊക്കെ ഒത്തിരി പേര് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോ അപേക്ഷകരെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ പരീക്ഷയ്ക്ക് കോമ്പറ്റീഷൻ കുറഞ്ഞു എന്നല്ല, പരീക്ഷയ്ക്ക് കോമ്പറ്റീഷൻ കൂടി എന്ന് തന്നെയാണ് അർത്ഥം. കാരണം അപേക്ഷകരുടെ എണ്ണം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇവിടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ജനറൽ കാറ്റഗറിയിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമായിരുന്നു. ഇവിടെ 32 വയസ്സ് വരെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 4 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ആപ്ലിക്കൻസിന്റെ എണ്ണം ഇത്രയധികം കുറഞ്ഞത്. എന്തായാലും എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ സമർപ്പിക്കുക, കൃത്യമായി പഠിക്കുക, മുന്നോട്ട് പോകുക. ബി ഹാപ്പി ഓൾവേസ്. ബൈ.